ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരു 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്. എൻ്റെ ഒരു കസിനുണ്ട് ന്യൂപോർട്ടിൽ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്, പപ്പയുടെ അമ്മാവൻ്റെ മോൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന യാത്രയും പിന്നെ അതിനിടയ്ക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏകദേശം 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. അവിടുന്ന് കുറച്ചൊക്കെ ചെന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി മനോഹരമായ ഒരു ലിറ്റിൽ ബെൻ അവിടെ സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പതുക്കെ പോകുന്നത്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ നേരത്തെ അവിടെ എത്തിയിരുന്നു. കാരണം ഞാൻ എവിടെ പോകുകയാണെങ്കിലും കുറച്ച് നേരത്തെ ചെല്ലും. കാരണം നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ അത്. കാരണം അത്യാവശ്യം ഒരു VIP ഏരിയയാണ്. നമ്മുടെ ബക്കിംഗ്ഹാം പാലസൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ പോകാൻ പറ്റിയില്ല, അടുത്ത പോക്കിനാണ് പോകാനും. വളരെ മനോഹരമായ കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 7-8 മിനിറ്റ് ഉണ്ട് നമുക്ക് കോച്ച് സ്റ്റേഷനിലേക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിലെ പതുക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞങ്ങൾ ഫ്ലെക്സി ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് തന്നെ സൗത്ത് വെയിൽസ് ന്യൂപോർട്ടിലേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് 3 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ടൈം 12 മണിയാണ്. ഞങ്ങൾ പതുക്കെ നടക്കുകയാണ്. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയും മനോഹരമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ. നിങ്ങൾ ഉണ്ടോ, ബസ് മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള ബസ് കണ്ടോ. നമുക്കിതിൽ കറങ്ങാനുള്ളൊരു ബസ്സാണ്. ലണ്ടൻ മുഴുവൻ അവർ ചുറ്റി കാണിക്കും. ഞങ്ങൾ കണ്ടോ ബസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. വളരെ മനോഹരമായൊരു ബസ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലെക്സ് ബസ്സിൽ കയറിയിരിക്കുകയാണ് വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ നിന്ന്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് സൗത്ത് വെയിൽസിലേക്ക്. അപ്പോൾ ഞങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. യാത്ര ഭയങ്കര ചീപ്പാണ് കേട്ടോ റേറ്റ്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഏകദേശം 5 പോകേണ്ട, ഏകദേശം 500 രൂപയ്ക്ക് ഒരാൾക്ക് പോകാൻ പറ്റി. UK ദീർഘദൂര യാത്രകൾ എനിക്ക് തോന്നുന്നത് ചാർജ് കുറവാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടി. കാരണം ഇത്രയും ദൂരം പോകണമല്ലോ. ട്രെയിന് കുറച്ച് പൈസയുണ്ട്. ഇത് ഞാൻ നേരത്തെ ബുക്ക് ചെയ്താൽ കേട്ടോ. ചില സമയത്ത് നമുക്ക് ഓഫറൊക്കെ വരും, അതൊക്കെ നമുക്ക് കൂട്ടി ബുക്ക് ചെയ്യാം. നോക്കിയിരുന്ന് നമ്മൾ നേരത്തെ നമുക്ക് ലീവൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുമല്ലോ നമ്മൾ. അങ്ങനെ ഞങ്ങളൊരു 1 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. 1 മാസമല്ല, അത് കൂടുതൽ അതിന് തോന്നുന്നു ബുക്ക് ചെയ്തതാണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ദൂരെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ നോക്കിയിട്ട് 2-3 തരം ബസ്സുണ്ട് ഇവിടെ. ഫ്ലെക്സ് ബസ്സുണ്ട്, മെഗാ ബസ്സുണ്ട്, പിന്നെ നാഷണൽ എക്സ്പ്രസ് ഉണ്ട്. അങ്ങനെ നമുക്ക് നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ്. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ലണ്ടൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ഔട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോകുന്നൊരു ഫീലാണ്. നമുക്ക് നാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നൊരു ഫീല്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. അപ്പോൾ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണാം.